ആവർട്ടി ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി അനുഭവപ്പെട്ട മിന്നൽ പ്രളയവുമായി ബന്ധപ്പെട്ട് അവലോകന യോഗം സംഘടിപ്പിച്ചു. കെട്ടിടങ്ങൾക്ക് കേടുപാട് സംഭവിച്ചവർക്ക് വില്ലേജിൽ നിന്നും, കാർഷിക വിളകൾക്ക് നാശനഷ്ടം സംഭവിച്ചവർക്ക് കൃഷിഭവനിൽ നിന്നും നഷ്ടപരിഹാരം ലഭിക്കും. വീടുകളിൽ വെള്ളവും ചെളിയും കയറിയവർക്ക് RRTകളുടെ സഹായത്തോടെ വീട് വൃത്തിയാക്കുവാനും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ സഹായത്തോടെ കിണറുകളിൽ ക്ലോറിനേഷൻ നടത്താനും തീരുമാനിച്ചു. നീർച്ചാലുകൾ അടച്ചുകെട്ടുന്നത് വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തി പ്രളയത്തിന് കാരണമാകുന്നതിനാൽ നീർച്ചാലുകൾ അടച്ചുകെട്ടുന്നത് അനുവദിക്കുന്നതല്ല എന്നും യോഗത്തിൽ അറിയിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻഡോ ലിജോ യോഗത്തിൽ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് റംസിയ മുജീബ്, ബ്ലോക്ക് പഞ്ചായത്ത് വികസന ചെയർപേഴ്സൺ MK അനിൽകുമാർ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷരായ ഉമ്മർ സലീം, VJ വർഗീസ്, സുഹറാബി ഹമീദ്, ബ്ലോക്ക് മെമ്പർ ശ്രീജ ഷാജി, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സരിത രാജീവ്, ബിന്ദു സാംസൺ, ധന്യ സിബിൽ, ആനി സണ്ണി, ജിൽസ് തോമസ്, KK ലിഷ, അഭിനി ശശി, KC കാദർമോൻ, വില്ലേജ് ഓഫീസർ അനുശ്രീ ജയരാജ്, പഞ്ചായത്ത് സെക്രട്ടറി വിഷ്ണു സുനിൽ, അസിസ്റ്റന്റ് സെക്രട്ടറി അരുൺ നാരായണൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലിൻസൺ, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സെറിൽ, ജദീൻ, കൃഷി ഓഫീസർ നസീഹത്ത്, മരുതിയൂർ ഹെഡ് മിസ്ട്രസ് ഷൈനി, വെറ്റിനറി ഡോക്ടർ വിനോദ് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ ഏതൊക്കെ വാർഡുകളിലാണ് വെള്ളം ഒഴുകി പോകുന്ന തോടുകൾ ഉള്ളതെങ്കിൽ അത് കണ്ടെത്തിയിട്ട് ആ തോടിന് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമ്മളിപ്പോൾ തന്നെ കണ്ടെത്തേണ്ടതുണ്ട്.